നമസ്കാരം. ശിവടിജന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്കൻഡ് സെമസ്റ്റർ കേരള യൂണിവേഴ്സിറ്റിയുടെ കാവ്യലോകം എന്ന പാഠപുസ്തകത്തിലെ കോഴി എന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ ദ്രാവിഡ വൃത്തത്തിലെ കവിതകൾ കൊണ്ട് പ്രസിദ്ധനായ കവിയാണ് കടമ്മനിട്ട. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് ഇതൊരു. അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം സാമൂഹിക വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ കൊക്കൊക്കോ, കൊക്കിനുള്ളിൽ ഉടക്കിയതെന്തേ കൊത്തി വിഴുങ്ങിയ മുള്ളോ. അപ്പൊ തള്ളക്കോഴിയുടെ ചുറ്റുമാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ അമ്മയുടെ തൊണ്ടയിൽ മുള്ള് ഉടക്കിയതാണോ എന്ന് കുട്ടികൾ ചിന്തിക്കുന്നു. ഉള്ളിൽ ഉണങ്ങാത്ത നോവിന്റെ കണ്ണീർ ഊറിയ നീരോ, അതായത് ഇനി ഉള്ളിൽ ഉണങ്ങാത്ത കണ്ണീരിന്റെ നിനവാണോ അമ്മയുടെ തൊണ്ടയിൽ കുടുങ്ങിയത്. ചിക്കി ചികഞ്ഞിട്ട കൊറ്റിൽ കൊത്തിത്തുള്ളി നടക്കുന്ന കുഞ്ഞിന്, അതായത് കൊത്തി ഇട്ട് കൊടുക്കുകയാണ് അമ്മ ആഹാരം, അതില് കൊത്തിച്ചികഞ്ഞ് നടക്കുകയാണ് കുഞ്ഞ്. തള്ളക്കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്കൊക്കോ, താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി. അപ്പൊ ഇത് കണ്ട് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് കുഞ്ഞിനും തെറ്റി. കുഞ്ഞെ തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്ത് കാലുകൊള്ളുമ്പോൾ, എന്നും എൻ്റെ ചിറകിൻ കീഴിൽ നിന്ന് നിന്റെ വയറ് നിറയ്ക്കാമെന്നുള്ള തോന്നല് വേണ്ട. അപ്പൊ കോഴിയൊക്കെ അങ്ങനെയല്ലേ, മനുഷ്യരാണ് മക്കളെ എത്രയും കാലം നോക്കി വളർത്തി, എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യന് മക്കളോടുള്ള ഒരു വളർത്താനുള്ള ദാഹം തീരുന്നില്ല. ഇവിടെ കോഴിയൊക്കെ ആണെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ, എല്ലാ പക്ഷികളും അങ്ങനെയാണ്, മൃഗങ്ങളും അങ്ങനെയാണ്, കുഞ്ഞുങ്ങൾക്കൊരു പ്രായമായെന്ന് കണ്ടാൽ അവരെ കൊത്തി അകറ്റി തനിയെ ഇര പിടിക്കാൻ ശീലിപ്പിക്കും. പക്ഷികളാണെങ്കിൽ തനിയെ പറക്കാൻ ശീലിപ്പിക്കും. അപ്പൊ ഇവിടെ കോഴിക്കുഞ്ഞിനോട് അമ്മ പറയുന്നു, എന്റെ കൂടെ തുള്ളി നടക്കാനുള്ള സമയമില്ല, കുറെ കാലം കഴിയുമ്പോൾ നീ തനിയെ എന്നും എന്റെ ചിറകലിന്റെ കീഴിൽ നിന്ന് ആഹാരം കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ ജീവിതം നിന്റെ കാര്യം മാത്രം. നേരമായി നിനക്ക് ജീവിക്കാൻ നേരം ഇന്ന് തിരക്ക് കൂട്ടുന്നു. നിന്റെ ജീവിതം, നിന്റെ മുന്നോട്ടുള്ള ജീവിതം നിന്റെ മാത്രം കാര്യമാണ്. കാരമുള്ളിൽ കുരുങ്ങിയ നേരിൽ നീര് നക്കി നുണയുന്ന നേരം, അതായത് കാരമുള്ള് കൊത്തി, ഇപ്പം കൊത്തുമ്പോ ഈ കോഴികളെല്ലാം കൊത്തുമല്ലോ, അപ്പൊ അതിലെ നീര് നുണയുമ്പോൾ അമ്മയാണ് ഞാൻ ആ കാര്യം ഓർമ്മിച്ചിന്നോളം ഞാൻ നിന്നെ പുലർത്തി. അതായത് കാരമുള്ളിന്റെ മുള്ളു കൊണ്ട് നിന്റെ ചുണ്ടു മുറിഞ്ഞപ്പോ ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ അതൊക്കെ ഓർമ്മിപ്പിച്ചത്, എന്തിലൊക്കെ കൊത്താം, എന്തൊക്കെ കഴിക്കാം, എങ്ങനെയെല്ലാം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാം, പക്ഷെ ഇനി ജീവിക്കേണ്ടത് നീയാണ്. അങ്ങനെ ഞാൻ നിന്നെ പുലർത്തിയ നാളിന്റെ നീളം കുറച്ച് ഞാനുമായി കഴിയാൻ എനിക്ക് മാറണം, നീ സ്വതന്ത്രയായി മാറണം. പണ്ട് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞ കഥകൾ ഞാൻ നിന്നോട് പറഞ്ഞിടാം. പണ്ടീ മുറ്റം കളപ്പുര മുറ്റം, നമ്മളിപ്പം നിൽക്കുന്ന ഈ വീടിന്റെ മുറ്റം പണ്ട് വയലിലെ നെല്ല് കൊണ്ടുവന്നിടുന്ന കളപ്പുര മുറ്റമായിരുന്നു. ചെണ്ടും ചേലും വിടർത്തിയ മുറ്റം, മനോഹരമായ കതിരുകൾ അടുക്കി വെച്ചൊരു മുറ്റമായിരുന്നു ഇത്. നാവിൽ കിങ്ങിണി കെട്ടിയ കൂട്ടം നാലും കൂട്ടി വച്ചു മുറുക്കി, നാല് കണ്ണുകൾ തമ്മിൽ ഉരുമ്മി നാടിൻ വീരകഥകൾ പാടി. ഒരുപാട് ആളുകൾ ഇവിടെ കറ്റമതിക്കാനൊക്കെ വരുമായിരുന്നു. നല്ല മുറുക്കാനൊക്കെ ചവിപ്പിച്ച് ചുണ്ടുകളുമായിട്ട് കണ്ണിൽ നോക്കിയിരുന്ന് കഥകൾ പറയുന്ന ഒരുപാട് പേര് ഇവിടെ വരുമായിരുന്നു. കാലിൻ കീഴിൽ ഉതിർന്ന കതിർമണി തൂവി നിറഞ്ഞു തൂമുറ്റം, അതായത് കറ്റകൾ കൊണ്ടുവച്ചിട്ട് ചവിട്ടിയാണ് പൊഴിക്കുന്നത്, നെല്ലിനെ പൊഴിക്കുന്നത്. അങ്ങനെ സുന്ദരികളായ പെൺകുട്ടികളുടെ കാലടിയുടെ ചവിട്ടേറ്റ് ഈ മുറ്റം മുഴുവൻ നെല്ലിങ്ങനെ നിറഞ്ഞു കിടക്കുമായിരുന്നു. തത്തി നടക്കാം, അതിന്റെ കൂടെ കോഴികൾക്ക് അതിൻ്റെ ഇടയിൽ തത്തി നടക്കാം, നിറയെ കൊത്തി തിന്ന് ചിരിക്കാം. പ്ലാവിൻ ചോട്ടിലെ പൂഴിയിൽ നീട്ടിപ്പാടി ഇത്തിരി നേരം മയങ്ങാം. അത് കഴിയുമ്പോൾ പ്ലാവിൻ ചോട്ടിലെ ആ പൂഴിമണലിൽ ചെന്ന് കുറച്ചു നേരം എല്ലാ ജീവജാലങ്ങളും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തിൽ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ആരോ പണ്ട് മെനഞ്ഞ കഥയോ നേരോ ഞാൻ അറിയില്ല ഇന്നോളം സൗഖ്യം. പണ്ട് ഇതൊക്കെ പറഞ്ഞു തന്ന കഥയാണ്, എനിക്കിതുവരെ സൗഖ്യം, സുഖം, റെസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അന്ന് ഞാനും ഉടപ്പിറന്നവരും ഒന്നുപോൽ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, അപ്പൊ അന്ന് ഞങ്ങളും എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളും ഒന്നുപോലെ കഴിയുന്നു. അമ്മ ഞങ്ങളെ നെഞ്ചത്തടക്കി ഉമ്മ വച്ച് വളർത്തി. എന്നാലും കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെ എത്ര രാവിന്റെ തൂവൽ കൊഴിഞ്ഞു. അതൊരു മനോഹരമായ സങ്കല്പമാണ്. എന്നെ അമ്മ എന്നിട്ട് കൊത്തിമാറ്റി തനിയെ ഇര പിടിക്കാനായിട്ട് ശീലിപ്പിച്ചു. അതിനുശേഷം എത്ര രാവിന്റെ തൂവൽ പൊഴിഞ്ഞു, എത്ര രാത്രികൾ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചുണ്ടിൽ ചെമ്മാന ചോപ്പ് പകർന്നു, കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞു. അപ്പൊ ഞാനൊരു ചെറിയ ഒരു കോഴിക്കുഞ്ഞായിരുന്ന ഞാൻ ഒരു കവളിൽ കാന്തിയൊക്കെയുള്ള മനോഹരിയായ ഒരു പിടക്കോഴിയായി മാറി. രക്തമോടും ഞരമ്പ് പിടഞ്ഞു, രക്തം എന്തിനോ വേണ്ടി തിളച്ചു, എൻ്റെ ശരീരം വേറെ എന്തിനോ വേണ്ടി ആഗ്രഹിച്ചു. പൂവും നീട്ടിയ പൂവാലും കാട്ടി കാവില മാവിൻ കീഴിലൊരുത്തൻ, അതായത് നല്ല പൂവൻ കോഴി ഉണ്ടല്ലോ, പൂവൊക്കെ ഉള്ള നീട്ടിയ വാലൊക്കെ ഉള്ള ഒരുത്തൻ പൂവൻ കോഴി
ചിറകാട്ടി എന്നെ വിളിച്ചു. എന്നിട്ട് ആ മാവിന്റെ കീഴിൽ, കാവിലെ മാവിന്റെ കീഴിൽ വെച്ച് അവന്റെ പൂഞ്ചിറകിന്റെ അടിയിലേക്ക് ഞാൻ പെട്ടു. പൂതി തോന്നി അടിപ്പെട്ടു ഞാനും മിണ്ടാനാവാത്ത ദുഃഖ സംതൃപ്തി. അതായത് ആ കോഴി, പൂവൻകോഴിയും ഞാനുമായിട്ട് ഒരു ദുഃഖ സംതൃപ്തി, ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു രോമാഞ്ചം ഉണ്ടായി. നീണ്ടു നിന്നത് ഒരു ഞൊടി മാത്രം. അതായത് ആ ഒരു കോഴികൾ തമ്മിലുണ്ടായ ആ ഒരു ബന്ധപ്പെടൽ ഒരു ഞൊടി, ഒരു സെക്കൻഡ് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണു തോൽക്കുന്നു, തോൽക്കുകയല്ല കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. അപ്പൊ അവിടെ പെണ്ണ് തോറ്റു, അവന്റെ കാമവികാരം അവിടെ അടങ്ങി. പക്ഷെ പെണ്ണുങ്ങൾ തോക്കുകയല്ല, പെണ്ണുങ്ങളാണ് കണ്ണി പൊട്ടാതെ, തലമുറയുടെ കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. എന്തെന്നിപ്പോൾ നിനപ്പോൾ. ഞാൻ എന്തിനാണ് ഇത് ആലോചിച്ചത്? എന്തായാലും അന്നത്തേത് കഴിഞ്ഞു. കാത്തു ചൂടും പകർന്ന് വിരിയാൻ കാലമാവോളം കണ്ണടയ്ക്കാതെ, കാറ്റിനനങ്ങി കരിയില വീണാൽ, കുറ്റിരുട്ടിൽ എലി പാഞ്ഞു പോയാൽ, സ്വസ്ഥത വീണുടഞ്ഞു പിടഞ്ഞ ഹൃത്ത് നീറും നിമിഷങ്ങൾ നീറി. അതായത് പിന്നെ ഞാൻ മുട്ടകൾക്ക് അടയിരിപ്പായി. അങ്ങനെ അടയിരിക്കുമ്പോൾ ഒരു കരിയില പറന്നാൽ, കാട്ടിലൂടെ എലികൾ ഓടിയാൽ എൻ്റെ നെഞ്ച് നീറി പിടയും. കണ്ണ് തെറ്റിയ മാത്രം നോക്കി ഞാൻ മുട്ടയിടുന്ന മുട്ടകൾ എൻ്റെ വീട്ടുകാർ തട്ടിയെടുത്തു. എത്ര മുട്ട ഉടഞ്ഞു. പിന്നെ ചിലപ്പോൾ മുട്ട ഇട്ട് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും. പിന്നെ ചീമുട്ട, വേണ്ടാത്ത മുട്ട, അത് മോശമായ മുട്ടകൾ ഞാൻ എത്ര എണ്ണം ഇട്ടു. അവയെല്ലാം സഹിച്ചു. പൊട്ടി വീണ പുലരിത്തുടപ്പോടൊപ്പം നിങ്ങളും പൊട്ടി പിരിഞ്ഞു. ഇങ്ങനെ എൻ്റെ ജീവിതചക്രം കുറെ മുന്നോട്ട് പോയി. അപ്പോഴാണ് അടയിരുന്ന് കുഞ്ഞുങ്ങളായി നിങ്ങൾ ജനിച്ചത്. കൊക്ക് നീട്ടി കരഞ്ഞപ്പോൾ എൻ്റെ മക്കളെ ഞാനൊരമ്മയായി. നിങ്ങളാണ് കൊക്ക് നീട്ടി എൻ്റെ ചിറകിനടിയിലിരുന്ന് കരഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയായി മാറിയത്. മക്കളാണ് എൻ്റെ സർവസ്വം, സർവ്വദിക്കിലും തേടി കൊച്ചരി തീറ്റാൻ എന്തിന് അയവിറക്കുന്നു. അതായത് എൻ്റെ മക്കളാണ് സർവസ്വം. എനിക്കിങ്ങനെ ഈ കുട്ടികളെയും കൊണ്ട് നടന്ന്, നിങ്ങളെയും കൊണ്ട് നടന്ന് നിങ്ങൾക്ക് ആഹാരം തരുമ്പോഴാണ് എൻ്റെ സന്തോഷം. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നീയും നിന്റെ കഥകൾ തുടങ്ങും. അപ്പൊ ഇനിയിപ്പോ നീ എൻ്റെ കൂടെ നടന്നാണ് ഇപ്പോൾ ആഹാരം കഴിക്കുന്നത്. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റും. അപ്പൊ നീയും കഥ പറഞ്ഞു തുടങ്ങും. അന്ന് കാണും അനുഭവം നിന്റെ സന്തതികളിൽ കൂടിപ്പകരും. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നിനക്കും ഉണ്ടാവും പല അനുഭവങ്ങൾ, അത് നിന്റെ സന്തതികളിലേക്ക് നീ പകരും. ചുറ്റും കണ്ടോ ചിതൽപ്പുറ്റു മാത്രം മുറ്റം മൂടി വളർന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ കതിർക്കെട്ടുകളില്ല, കതിർമണികളില്ല, ധാന്യങ്ങളില്ല, ഇവിടെ ജോലിക്കാരില്ല. ഈ മുറ്റം മുഴുവൻ ചിതലരിക്കുന്നു. ചിതൽപുറ്റ് വളരുക എന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കാത്തത് കൊണ്ടും ഇവിടെ നെല്ലിന്റെ കറ്റകൾ വരാത്തതുകൊണ്ടും ചിതൽപുറ്റാണ് വളർന്നിരിക്കുന്നത്. ചുറ്റും മുൾവേലി കെട്ടി. ഇപ്പൊ സ്ഥലമൊക്കെ കുറഞ്ഞു, കുറച്ച് സ്ഥലമേ ഉള്ളൂ, വീടും സ്ഥലവും. നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്നു. ചത്ത് ചീഞ്ഞ ശവങ്ങളിൽ കൊത്തിയാണ് ഇപ്പോൾ നമ്മൾ വിശപ്പാറ്റുന്നത്. മുമ്പ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ല് കിട്ടുമായിരുന്നു. ഇപ്പൊ നമ്മൾ ചീഞ്ഞു നാറുന്ന ശവങ്ങൾ, ജീവജാലങ്ങളുടെ ആവാം, എന്താണെങ്കിലും കൊത്തി തിന്നാണ് വിശപ്പ് അടക്കുന്നത്. എത്തി നോക്കാതെ ആ മാളത്തിൽ, മാളങ്ങളിൽ നിന്ന് ചെന്ന് എത്തി നോക്കരുത്, അമ്മക്കോഴി പറയുകയാണ്. കാരണം നിന്റെ മൂത്തോരൊന്നും തിരിച്ചു വന്നില്ല. മാളത്തിനകത്ത് കീരി കാണാം, പാമ്പ് കാണാം, ചിലപ്പോൾ അത് പിടിച്ചിട്ടായിരിക്കാം നിന്റെ മൂത്തവരൊന്നും തിരിച്ചു വന്നില്ല. പൂക്കളല്ല പൂടയാണ് എൻ്റെ മക്കൾ 4 പേർ. ഇനി എനിക്ക് പിന്നെ ഞാൻ കണ്ടത് പൂടയായിട്ട്, അതായത് കോഴിയുടെ ചിറക് ഈ ജീവജാലങ്ങൾ തിന്നിട്ട് അവിടെ ഇട്ടിരുന്നു, പൂക്കൾ പോലെ ഇട്ടിരുന്നു എൻ്റെ മക്കൾ 4 പേരുടെ ശരീരത്തിലെ ചിറകുകൾ. കാട്ടുറുമ്പുകൾ നക്കുന്ന ചോപ്പിൻ കട്ട നിനക്ക് എന്തറിയാം? കണ്ടോ, അത് കണ്ടാൽ നിനക്ക് മനസ്സിലായ? കാട്ടുറുമ്പുകൾ നക്കിയിരിക്കുന്ന ചുവന്ന കട്ട എന്തെന്നറിയാമോ? ചോര അല്ലല്ല, ചോപ്പാണ് കുഞ്ഞെ, നേരെ അറിഞ്ഞാൽ നീ നീറി മരിക്കും. നിന്റെ ഒപ്പമുള്ള നിന്റെ കൂടെ പിറന്നവരായ എൻ്റെ മക്കളുടെ ചോരയാണ് ആ ഉറുമ്പുകൾ തിന്നുന്നത്. പോരുകെന്റെ ചിറകിന്റെ കീഴിൽ, നീ നിശബ്ദമായി, നിശബ്ദമായി എൻ്റെ ചിറകിന്റെ കീഴിലേക്ക് വരിക. നിഴൽ നിൻ തലമോളിൽ ആ കരിനിഴൽ കൂർത്ത നഖത്തിൽ കോർത്തുയിരെത്ര കൊത്തിപ്പറിച്ചു. അതായത് അങ്ങനെയാണല്ലോ ഈ ഏറുമുള്ളൻ എന്ന് പറയുന്ന സാധനം, പരുന്ത്, കഴുകൻ, ഇതൊക്കെ വന്ന് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ റാഞ്ചിക്കൊണ്ടുപോകും. അപ്പൊ അമ്മ പറയുന്നത്, എത്ര വിരൽ നഖങ്ങളിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പിടഞ്ഞ് മരിച്ചത്. മാനത്തെ മേട വീട്ടിലാണ് ആ കഴുകന്മാർ വാഴ്ച നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവൃത്തി. നീളമുള്ള ചിറകാണ്, ആകാശത്തിലാണ് കഴുകന്മാരുടെ വാസം. നമുക്ക് അവരെ നേരിടാനുള്ള നിവൃത്തിയില്ല. അവര് ഇങ്ങനെ റാഗി പറന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവും കണ്ടും പറന്നു ചെല്ലല്ലേ. അതുപോലെ ഇനിയും ശ്രദ്ധിക്കാനുണ്ട്. കാവില് കിളിയുടെ പാട്ട് കേട്ടിട്ട് കാവിനകത്തോട്ട് പോകരുത്. അവിടെ നല്ല പൂക്കളുണ്ട്, അത് കണ്ടിട്ടും പറന്നു ചെല്ലരുത്. കാടനുണ്ട് കടിച്ചു പറിക്കും, കാടൻ പൂച്ചയുണ്ട് ഇവിടെ കാവിനകത്ത്, അത് നിന്നെ കടിച്ചു പറിക്കും, അങ്ങനെയും പോകരുത്. തോട്ടുവെക്കിലെ കൈതയ്ക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത്, തോട്ടുവെക്കിലെ കൈതയുടെ അകത്ത്
തെറ്റിപ്പൂത്ത പടർപ്പിന്റെ അകത്ത് കാറ്റു തിന്ന് കഴിയുന്ന വർഗം കാത്തിരിപ്പൂ കരുതി നടക്ക. ഇനി കൈതയ്ക്ക് അകത്ത്, കൈതയുടെ അകത്ത്, വേലിയുടെ എവിടെയൊക്കെ കാറ്റു തിന്നുന്ന വർഗം എന്ന് പറഞ്ഞാൽ വാ തുറന്നിരുന്ന് ഇര പിടിക്കുന്ന പാമ്പുകളെ പോലുള്ള ദുഷ്ടജീവികളുണ്ട്, അതിനെ കരുതി നടക്കുക. കണ്ണ് വേണം ഇരുപുറം എപ്പോഴും. നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളാണ്, നിങ്ങളുടെ കണ്ണ് രണ്ട് വശത്ത് വേണം, ഏത് വശത്തുനിന്ന് ആക്രമണം വരാം. കണ്ണ് വേണം മുകളിലും താഴെയും, മുകളിലും താഴെയും വേണം. ഇതൊക്കെ യുവജനങ്ങളോട് പറയുന്ന ഒരു നിർദ്ദേശമായിട്ട് എടുക്കാം. രണ്ട് കണ്ണ്, മുകളിലും താഴെയും കണ്ണ് വേണം. കണ്ണിൽ എപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ്. ഇനി ഉൾക്കണ്ണും വേണം, അതായത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന അപകടം ഉണ്ടാവും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉൾക്കണ്ണും വേണം. നാളെ നിന്നെ കൊത്തി മാറ്റുമ്പോൾ നാളേകൾ നിന്നെ മാടി വിളിക്കും. ഞാൻ നിന്നെ കൊത്തി മാറ്റും, അപ്പം വേറെ വർണ്ണ ഭംഗികൾ നിന്നെ നിന്നെ മാടി വിളിക്കും. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എന്റെ കർമ്മം ഞാൻ കൊക്കൊക്കോ. അതായത് നിന്റെ ജീവിതം നിന്റെ കാര്യം മാത്രമാണ്, എന്താണ് തീരുമാനം എടുക്കേണ്ടത്, നീ എടുക്കേണ്ട തീരുമാനത്തിലാണ് നിന്റെ ജീവിതം, എന്റെ കർമ്മം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ രണ്ട് കണ്ണ് വേണം, ഇരുപുറം വേണം, മുകളിലും താഴെയും വേണം, ഉൾക്കണ്ണും വേണം, അണയാത്ത ഉൾക്കണ്ണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ എന്ന് കുഞ്ഞുങ്ങളോട് ഉപദേശിക്കുന്ന കവിയെയാണ് ഇവിടെ അമ്മക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളോട് ഉപദേശിക്കുന്ന രീതിയിൽ കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സമൂഹത്തിൽ കഴിയുമ്പോൾ എല്ലാവർക്കും വേണ്ടത് ഉൾക്കണ്ണും ഇരുഭാഗങ്ങളിലും മുകളിലും താഴെയൊക്കെ തുറന്നിരിക്കുന്ന അകക്കണ്ണുകളുമാണെന്ന് നമുക്കൊരു നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ കവിതയോട് അവസാനിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.